ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് ചേട്ടൻ രാവിലെ തന്നെ പോയി കുറച്ച് കക്ക ഇറച്ചി ബീഫും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കക്ക ഇറച്ചി ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടി സവാള ഉള്ളിയെല്ലാം എടുത്തു. ഏട്ടൻ പറഞ്ഞു ഏട്ടൻ അതെല്ലാം വൃത്തിയാക്കി തരാം. ഏട്ടനാണ് കട്ട് ചെയ്ത് തന്നത്. ഏട്ടൻ അറിയുന്ന സമയത്ത് ഞാൻ ബീഫെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അത് കുക്കറിൽ വെച്ചു. പുള്ളി സവാളയൊക്കെ ചേട്ടൻ അരിഞ്ഞു വെച്ചു. അപ്പം ബാക്കി ഇനിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഇരിക്കണം. അപ്പം ഞാൻ തേങ്ങ കൊത്തെടുക്കാനായിട്ട് തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ആ സമയത്തിന് കക്ക ഇറച്ചിയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പേ വെച്ചു. കക്ക ഇറച്ചി വരുന്ന നേരത്തിന് തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും കക്ക ഇറച്ചി നന്നായിട്ടൊന്ന് തിളച്ചിരുന്നു. ഇച്ചിരി നേരം കൂടെ ഒന്ന് വേവിക്കാൻ വെച്ച് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചു. ചെറിയ കക്കയിറച്ചി ആയതുകൊണ്ട് തോരൻ പോലെ വെക്കുന്നതാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ കൂടി തിരുമ്മിയെടുക്കാം. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൂട്ടത്തിൽ ഇച്ചിരി പെരുംജീരകം കൂടെ നമുക്ക് പൊട്ടിക്കാം. 2 കുരുമുളകും കൂടെ ഞാൻ അതിൽ പൊട്ടിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തൊന്നെടുക്കാം. ബാക്കി തേങ്ങ ബീഫിന് വേണ്ടിയിട്ടുള്ളതാണ്. 2-3 അപ്പോൾ അടുക്കള ഇതെല്ലാം നോക്കി നിൽപ്പുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 കരിവേപ്പിലയിട്ട് സവോളയും പച്ചമുളകും തക്കാളിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നും അങ്ങനെ പതിയെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഇച്ചിരി ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കാം. മസാലയുടെ പച്ചവണം മാറുമ്പോഴത്തേക്കിന് വെന്തിരിക്കുന്ന കറിച്ച് നമുക്കതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ തേങ്ങാപ്പീര കൂടെ ചേർക്കാം. ഒരു 5 മിനിറ്റ് ആവി കയറാൻ വെച്ച ശേഷം കുരുമുളക് പൊടിയും മല്ലിയിലയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 ഉണ്ട് കേട്ടോ. ബൈ ബൈ.